എല്ലാവർക്കും നമസ്കാരം. LGS പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് സാധാ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ പ്രീവിയസ് ചോദ്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ടശതമാനം എത്ര? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നഷ്ടശതമാനമാണ്. നമുക്ക് എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? 650 രൂപയ്ക്കാണ് വാങ്ങുന്നത്. വിറ്റത് 598 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് വാങ്ങിയ വില എന്ന് പറയുന്നത് എന്താണ്? 650 രൂപയാണെന്നറിയാം. അതുപോലെ തന്നെ വിറ്റ വില 598 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നഷ്ടശതമാനമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നഷ്ടശതമാനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ നഷ്ടശതമാനം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എന്താണ്? നഷ്ടം ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഹരിക്കണം വാങ്ങിയ വില. വാങ്ങിയ വില എപ്പോഴും വാങ്ങിയ വില തന്നെയാണ് അല്ലേ? നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും വാങ്ങിയ വില തന്നെയാണ് അല്ലേ? ഗുണിക്കണം, ശതമാനത്തിലേക്കാക്കാൻ എന്തുകൊണ്ട് ഗുണിക്കണം? 100. ഇക്വേഷൻ എന്തായിരുന്നു? നഷ്ടശതമാനം സമം നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഗുണിക്കണം 100. ഇനി പറഞ്ഞോ നഷ്ടം എത്രയാ? അതായത് 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നഷ്ടം എത്രയാ? എന്താ ചെയ്യുന്നത്? 650 നിന്ന് എന്ത് കുറയ്ക്കണം? 598 കുറയ്ക്കണം. വേണ്ടേ? വാങ്ങിയ വില എത്രയാ? 650. ഇനി എന്ത് വേണം ഇവിടെ? ഒരു ഗുണിക്കണം 100. ഇക്വേഷൻ അതേപോലെ എടുത്ത് എഴുതി, അത്രേ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഇനി പറയും 650 598 പോയാൽ എത്രയാ? 52 ഡിവൈഡഡ് ബൈ 650 ഗുണിക്കണം 100 അല്ലേ? ഇനി ഇത് വെട്ടിച്ചെറുതാക്കാമല്ലോ. വെട്ടിച്ചെറുതാക്കുമ്പോൾ 0 പോയി. ഇനി എന്ത് ചെയ്യാം? 5 കൊണ്ട് വെട്ടാം ഇവിടെ അല്ലേ? അപ്പോൾ ഇത് എത്രയാ? 65നെ 5 കൊണ്ട് വെട്ടിയാൽ 13, 10നെ വെട്ടിയാൽ 2. ഇനി നോക്കൂ 52/13 ഉണ്ട്. അപ്പോൾ 52നെയും 13നെയും 13 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഒക്കെ ഓപ്ഷനിലൊക്കെ എന്താണ് പോയിന്റ് ഒന്നും ഇല്ലാത്ത സംഖ്യകളാണ്. അപ്പോൾ എന്തായാലും പോവും അല്ലേ? എത്ര കൊണ്ട് പോവും? 13 × 4 എന്ത്? 52 അല്ലേ? 13 × 4 എന്ത്? 52. അപ്പോൾ എത്രയാ? 4 കൊണ്ട് എത്രയാ? 13 കൊണ്ട് വെട്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാ? 4 ഗുണിക്കണം 2 8 ശതമാനം. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണ്. ഇതിൽ ഞാൻ അധികം ഒന്നും പറയാനില്ല. കാരണം എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. എന്താ ചെയ്യേണ്ടത്? നഷ്ടശതമാനം കാണാൻ എന്ത് ചെയ്യണം? നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഗുണിക്കണം 100. നഷ്ടം എത്രയാണ്? വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറച്ചാൽ എന്ത് കിട്ടും? നഷ്ടം കിട്ടും. അത് ചെയ്തല്ലോ. എന്നിട്ട് അതിൻ്റെ കൂടെ 100 ഗുണിക്കുക. പിന്നെ അത് വെട്ടിച്ചെറുതാക്കാനോ ഹരിക്കാനോ എന്താ നിങ്ങൾക്ക് സുഖം ആ മെത്തേഡിൽ ചെയ്യുക. ഇനിയിപ്പോൾ വെട്ടിച്ചെറുതാക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ? 52/650 ഗുണിക്കണം 100. ഈ 0 എന്തായാലും നിങ്ങൾക്ക് വെട്ടാൻ അറിയാലോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? 52നെ 10 കൊണ്ട് ഗുണിച്ചിട്ട് 65 കൊണ്ട് ഹരിച്ചാലും മതി. പക്ഷേ കുറേ സമയം എടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വെട്ടിച്ചെറുതാക്കാൻ നിങ്ങൾ പഠിക്കണം. എന്താ ഇതെങ്ങനെ പഠിക്കുക? കുറേ പ്രോബ്ലംസ് എടുത്ത് ചെയ്ത് എന്ത് ചെയ്യും? അത് നിങ്ങൾ പഠിക്കും കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇത് ബോർഡ് മാസിലുള്ളൊരു ചോദ്യമാണ് അല്ലേ? ബോർഡ് മാസമാണ്. നമുക്കറിയാം എന്താണ് ബോർഡ് മാസ്, ഏത് തരത്തിൽ ചോദിക്കും. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ബോർഡ് മാസിലെ ചോദ്യമെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചോദ്യം എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ബോർഡ് മാസിൽ ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്തെഴുതാണ്. 18 ഹരിക്കണം 2 ഗുണിക്കണം 18 ഹരിക്കണം 6 കുറയ്ക്കണം 5. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ? ഇത് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണ്ടേ? അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് ആദ്യം ചെയ്യാൻ പോണത്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഏതാദ്യം ചെയ്യണം? അതിലേതാണുള്ളത്? ഡിവിഷനാണ്, ഹരണമാണുള്ളത്. ഹരണം ആദ്യം ചെയ്യാം. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 3 അല്ലേ? 3 അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടത്? ഹരണം കഴിഞ്ഞാൽ ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ ആണുള്ളത്. ഗുണിക്കുകയാണ്. 2 ഗുണിക്കണം 3 2 ഗുണിക്കണം 3 എത്രയാണ്? 6. ഇത് മൊത്തത്തിൽ 6 ആയിട്ട് മാറി അല്ലേ? അപ്പോൾ എന്താണ്? 6 കുറയ്ക്കണം 5 ആണ്. അതായത് 18 ഹരിക്കണം ബ്രാക്കറ്റ് 6 കുറയ്ക്കണം 5 ഇങ്ങനെയായി. ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് തന്നെ ചെയ്യണം അല്ലേ? 18 ഹരിക്കണം 6 5 പോയാൽ 1. ഈ ബ്രാക്കറ്റിങ് ഒഴിവാക്കാമല്ലോ. അപ്പോൾ എത്ര ഉത്തരം? 18 ഹരിക്കണം 1 എത്രയാ? 18 തന്നെ. ഏത് സംഖ്യേനെയും 1 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സംഖ്യ തന്നെയാണ് ഉത്തരം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ എ 18 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: ഒരു ബസ്സിൻ്റെ വേഗത 52 കിലോമീറ്റർ ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ? ഡയറക്റ്റ് ചോദ്യമാണ്. വേഗത തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ദൂരമാണ് കാണേണ്ടത്. എന്താ ഇക്വേഷൻ? ദൂരം സമം
വേഗത ഗുണിക്കണം എന്ത്? സമയം. വേഗത ഗുണിക്കണം സമയം. നമ്മൾ പഠിച്ചതാണ്. ഇനി ഞാൻ വരയ്ക്കാന്നുള്ളൂ. എന്താ വെച്ചാൽ ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തായിരുന്നു നമ്മുടെ കോഡ്? DST ആയിരുന്നു നമ്മുടെ കോഡ് അല്ലേ? പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ഡിസ്റ്റൻസ് അല്ലെ ദൂരമാണ് D. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? S ഗുണിക്കണം T. നേരെ ആയതുകൊണ്ട് ഗുണിക്കണം. അപ്പോൾ അതന്നെയല്ലേ ഇത്. S എന്താ സ്പീഡ്, T എന്താ ടൈം. വേഗത ഗുണിക്കണം സമയം. വേഗത എത്രയാ? 52 km/h. ഇവിടെ നോക്ക്, ഇത് മണിക്കൂറിൽ. അപ്പോൾ ഇതിനി മാറ്റണോ? വേണ്ട. ഉത്തരങ്ങൾ ഓപ്ഷനോ? അതും കിലോമീറ്ററിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിനെ എങ്ങോട്ടും മാറ്റമൊന്നും വേണ്ട, അതേമാതിരി എഴുതിയാൽ മതി. ഗുണിക്കണം എന്താണ്? 6. സമയം എത്രയാ? 6 മണിക്കൂറാ. 52നെ 6 കൊണ്ട് ഗുണിക്കണ്ടേ? 52നെ 6 കൊണ്ട് ഗുണിക്കണ്ടേ? ഇനി നിങ്ങൾ നോക്ക്, 52നെ 6 കൊണ്ട് ഗുണിക്കാനുള്ള സമയം കൂടി നിങ്ങൾ എടുക്കേണ്ട ഉത്തരം കണ്ടുപിടിക്കാൻ. നോക്ക്, 52നെ 6 കൊണ്ട് ഗുണിക്കണം. നോക്കല്ല, ഈ ഒറ്റ സംഖ്യനെ മാത്രം ജസ്റ്റ് ഒന്ന് ഗുണിച്ചാൽ മതി. 12. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 2 ആയിരിക്കുമല്ലോ. അപ്പോൾ ഓപ്ഷനിൽ നോക്കുക പെട്ടെന്ന്. ഒറ്റയുടെ സ്ഥാനത്ത് 2 ഉള്ളത് ഏതാ? 312. അപ്പോൾ അതായിരിക്കും ഉത്തരം. മനസ്സിലായോ? അതായിരിക്കും ഉത്തരം. അത്രേ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഗുണിച്ചു നോക്കുക. 52 ഗുണിക്കണം 6 ചെയ്യുക. പക്ഷെ ഇത് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12 ശിഷ്ടം 1 എത്രയാ? 6 5 31 312 കിലോമീറ്റർ. ഉത്തരം കിട്ടിയല്ലോ. സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമായിരുന്നു അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? 1 + 2 + 3 അങ്ങനെ പോയി 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്താൽ മതി. നമുക്കറിയാം എന്താണ് ഇതെന്താണിത്? ഇത് എണ്ണൽ സംഖ്യകളാണ് അല്ലേ? എണ്ണൽ സംഖ്യകളാണ്. ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയില്ലെങ്കിൽ എഴുതി കൂട്ടണം. പക്ഷെ എത്ര സമയം എടുക്കും അല്ലേ? പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് ചെയ്യാം. വലിയ സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്താനെ? അറിയാം, നമുക്ക് ഇക്വേഷൻ അറിയാം. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n × n+1/2. എന്തായിരുന്നു? n × n+1/2. എന്താണ് n? n എത്രയല്ല? 9 വരെയുള്ളതല്ലേ? അപ്പോൾ 9 ആണ് n. 9 ഗുണിക്കണം 9 + 1 എത്രയാ? 10 അല്ലേ? /2. ഈ 2ഉം 10ഉം വെട്ടിപ്പോയില്ല. എത്രയാ? 5. എത്ര ഉത്തരം? 9 × 5 45. എത്ര ഉത്തരം? 45. നമ്മൾ ആകെ എന്താ ചെയ്തത്? ഇക്വേഷൻ മറക്കരുത്. എല്ലാ ദിവസവും ഞാനിപ്പോൾ ഇത് പറയുന്നുണ്ട്. എന്തായാലും പഠിച്ചിരിക്കണം. തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? n × n+1/2. പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ത്രികോണം, സമചതുരം, ചതുരം, ലംബകം. ത്രികോണം എന്താ? ത്രികോണം ഇങ്ങനെ വരയ്ക്കുന്നതാണ് ത്രികോണം അല്ലേ? സമചതുരം എന്താ? എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ചതുരമാണെന്ത്? സമചതുരം. അങ്ങനെയാണെങ്കിൽ ചതുരം എന്താ? നീളവും വീതിയും, നീളം തുല്യം അതേമാതിരി വീതി തുല്യം. ഈ ഭാഗം തുല്യം, ഈ ഭാഗം തുല്യം. 4 വശങ്ങളുണ്ട് അല്ലേ? ലംബകം എങ്ങനെ വരയ്ക്കുക? ലംബകം ഇങ്ങനെ വരയ്ക്കുന്നതാണ് എന്ത്? ലംബകം. ഇതിനൊക്കെ പ്രത്യേകത എന്താ? ഇതിനൊക്കെ 4 വശങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എത്ര ഉള്ളൂ? 3 വശമുള്ളൂ. അതുകൊണ്ടല്ലേ ത്രികോണം അല്ലേ? അപ്പോൾ ഉത്തരം ഏതായിരിക്കും? ത്രികോണം. കൂട്ടത്തിൽ പെടാത്തത് ത്രികോണം. ഇത് ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ചെറുത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സംഖ്യകൾ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാറുണ്ട്? ഒന്നുകിൽ 10 കൊണ്ടോ 100 കൊണ്ടോ 1000 കൊണ്ടോ ഗുണിച്ചിട്ട് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വിചാരിച്ചാൽ നമ്മൾ സാധാരണ വേറൊരു മെത്തേഡ് നമ്മൾ പഠിച്ചില്ലേ? ആ മെത്തേഡാണെന്ന് പറയുന്നത്. നോക്കുക, 7/11 അതുപോലെ 8/13. 7/11 8/13. ആദ്യത്തെ 2 നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ഭിന്നങ്ങളിൽ ഇതിൽ ഏതാണ് ചെറുത് നോക്കുകയാണ് ആദ്യം. അപ്പോൾ ഇനി നോക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം നമുക്ക് ചെയ്യാനറിയാം അല്ലേ? എങ്ങനെ ചെയ്യാറ്? ആദ്യം ഈ 13നെ 7 കൊണ്ട് ഗുണിക്കുക, ക്രോസ് ചെയ്ത് ഗുണിക്കുക. 13നെ 7 കൊണ്ട് ഗുണിക്കുക. 13 ഗുണിക്കണം 7 ചെയ്യണം അല്ലേ? 13നെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 13നെ 7 കൊണ്ട് ഗുണിച്ചാൽ 91 എന്ന് കിട്ടും. 91 എന്ന് കിട്ടും. എന്താ ചെയ്തത്? ഈ ഛേദത്തിനെ നമ്മുടെ 7 ഗുണിച്ചു. അപ്പോൾ 13 ഗുണിക്കണം 7 91. ഇവിടെ നോക്കുക, ഇനി ഈ 11നെ എന്തുകൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട് ഗുണിക്കണം. 11നെ 8 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 8നെ 11 കൊണ്ട് ഗുണിക്കണം. എത്ര കിട്ടുക? 88. ഇതേമാതിരി തന്നെ എഴുതാൻ ശ്രദ്ധിക്കണേ, തെറ്റരുത്. അപ്പോൾ ഏതാ ഇതിൽ ചെറുത്? 8/13 അല്ലേ? 88 അല്ലേ? ഈ 91 88 നോക്കിയാൽ 88 ചെറുത്. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? 8/13 എടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഓപ്ഷൻ ബിയും സിയും നോക്കണം. ഇതിൽ ഏതാ ചെറുത് നോക്കുകയാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 8/13 ഇവിടെ എന്താണ്?
3 8/13 2/3 നോക്കുക. എന്ത് ചെയ്യണം? ഈ 3നെ 8 കൊണ്ട് ഗുണിക്കണ്ടേ? 3 8 24 ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇവിടെ എന്ത് ചെയ്യണം? 13നെ 2 കൊണ്ട് ഗുണിക്കണം. എത്ര? 13 × 2 26. ഏതാ വലുത്? ഇതാണ് വലുത്. ഏതാ ചെറുത്? ഇതാണ് ചെറുത്. നമുക്ക് ഏതാ വേണ്ടേ? ചെറുതാ വേണ്ടേ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി? 8/13 ആണ്. ഇതിലും ചെറുതെന്ന് കിട്ടി. അപ്പോൾ ഇതും അല്ല. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നു? അടുത്ത സംഖ്യ നോക്കുകയാണ്. 8/13. അടുത്തത് ഏതാ? 5/8. ഓക്കെ ആണല്ലോ. അടുത്തെടുത്ത് നോക്കി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. 8 ഗുണിക്കണം 8. 8 ഗുണിക്കണം 8 എത്രയാ? 8 64. 8 64. ഇനി കഴിഞ്ഞാ? ഇല്ല. എന്ത് ചെയ്യണം? ഈ 13നെ 5 കൊണ്ട് ഗുണിക്കണം. 13 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര? നേരത്തെ ഗുണിച്ച് നോക്കിയാ അല്ലേ? 65. ഏതാ വലുത്? ഇതാ വലുത്. പക്ഷെ നമുക്ക് ഏതാ വേണ്ടത്? ഏറ്റവും ചെറുതല്ലേ വേണ്ടത്? 64 കൂട്ടത്തിൽ ചെറുത്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 8/13. മനസ്സിലായല്ലോ? എങ്ങനെ ചെയ്ത് മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90ഉമായാൽ അഞ്ചാമത്തെ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 9 സംഖ്യകളുണ്ട്. 1 2 3 4 5 6 7 8 9 9 സംഖ്യകളുണ്ട്. അതിലെന്താണ്? അതിൻ്റെ ശരാശരി 80 ആണ്. ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞത്? 70 ആണ്. അതുപോലെ അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എത്ര പറഞ്ഞിട്ടുണ്ട്? 90 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്ക് മിഡിലുള്ള സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 9 സംഖ്യകളുടെ ശരാശരി 80 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തുക എത്രയായിരിക്കും? ആകെ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9 ഗുണിക്കണം 80. 9 8 72. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 720 ആണ്. ഇനി നോക്കുക, ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70 ആണെന്നുണ്ടെങ്കിൽ ആ 4 എണ്ണത്തിൻ്റെ തുക എത്രയാണ്? 4 സംഖ്യകളുടെ ആദ്യത്തെ 4 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യത്തെ 4 സംഖ്യകളുടെ തുക എന്തായിരിക്കും? അപ്പോൾ 4 ഗുണിക്കണം 70 അല്ലേ? എന്താണ് തുക എന്ന് പറഞ്ഞാൽ? എന്താ? ശരാശരി ഗുണിക്കണം എണ്ണമാണ് എന്ത്? തുക എന്ന് പറയുന്നത് അല്ലേ? അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ശരാശരി ഗുണിക്കണം എണ്ണമാണ് എന്ത്? തുക. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കണേ. ആദ്യത്തെ 4 സംഖ്യയുടെ തുക എത്രയായിരിക്കും? 4 ഗുണിക്കണം 70. എത്രയാണത്? 280. കറക്റ്റ് ആണല്ലോ. ഇനി അടുത്തത് അവസാന 4 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? അവസാന 4 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 സംഖ്യകളാണ്. എണ്ണം 4 ഗുണിക്കണം ശരാശരി 90 ആണ്. 90 എത്ര കിട്ടുക? 9 4 36. 360 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളാണ് അല്ലേ? ടോട്ടൽ തുക എത്രയാണ്? 720 ആണ്. ഈ 720 എന്ത് ചെയ്താൽ മതി? ഈ 2 സംഖ്യകൾ കൂട്ടിയിട്ട്, ഈ 2 തുകകൾ കൂടിയും കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ നടുക്കത്തെ സംഖ്യ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 280 360 കൂട്ടിയാൽ എത്രയാ? 280 360 കൂട്ടിയാൽ 640. ഓക്കെ ആണല്ലോ. 280 360 കൂട്ടിയാൽ എത്ര? 640. 0 4 1 640. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇതിൻ്റെ വ്യത്യാസം എടുത്താൽ പോരെ? 720 640 കുറയ്ക്കുക. എത്രയാണ്? 0 72 64 പോയാൽ 8. എത്രയാണ് ഉത്തരം? 80. എന്താണ് ഉത്തരം? ഓപ്ഷൻ എ 80 ആണ് ഉത്തരം. നമ്മളിവിടെ എന്താ ചെയ്തത്? ആദ്യം മൊത്തത്തിലുള്ള തുക എടുത്തു. 9 സംഖ്യകളുടെ തുക എടുത്തു. എങ്ങനെ? എണ്ണം ഗുണിക്കണം ശരാശരി ചെയ്തപ്പോൾ എത്ര കിട്ടി? 720 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യത്തെ 4 സംഖ്യകളുടെ എന്ത് ചെയ്തു? തുക കണ്ടു. എങ്ങനെ? 4 ഗുണിക്കണം 70. അവരുടെ ശരാശരി 70 ആയിരുന്നു. എത്ര കിട്ടി? 250 കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി എത്ര തുക കണ്ടു? എന്ത് ചെയ്തു? 4 എണ്ണം ഗുണിക്കണം അവരുടെ ശരാശരിയായ 90 ചെയ്തപ്പോൾ 360 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യത്തെ 4 സംഖ്യകളുടെ തുകയും അവസാനത്തെ 4 സംഖ്യകളുടെ തുകയും ചെയ്തു. എന്നിട്ടോ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമ്മൾ ആകെ എണ്ണം എത്ര? 720 ആണ്. അതിൽ നിന്ന് കുറച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഉത്തരം 80 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ ഇതിൻ്റെ കോൺസെപ്റ്റ് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം കാണാം ആവറേജിൻ്റെ കോൺസെപ്റ്റ്. ഇനി എന്താ വെച്ചാൽ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഇത് പറയാത്ത. ആവറേജിൻ്റെ ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. പക്ഷേ എന്താണ്, നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് പഠിപ്പിച്ചത്. ഇതാണ് ഇതിൻ്റെ ബേസിക്കായിട്ട് ഇത് ചെയ്യേണ്ട മെത്തേഡ്. ഇനി നിങ്ങൾ നോക്കുക, ഇത് ആവറേജിൻ്റെ കോൺസെപ്റ്റ് നല്ലപോലെ അറിയുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാത്തവർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക കേട്ടോ. വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ നിൽക്കണ്ട. ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി
70 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കുക എത്ര സംഖ്യകളാണ്? 9 സംഖ്യകളാണ്. 1 2 3 4 5 6 7 8 9 സംഖ്യകളാണ്. ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70 തന്നിട്ടുണ്ട്. സംഖ്യകളുടെ ശരാശരി തന്നു കഴിഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത് ആദ്യത്തെ 3 സംഖ്യകളുടെ ശരാശരി ഇവിടുത്തെ കേസ് തന്നെ എടുക്കാം. 4 സംഖ്യകളുടെ ശരാശരി 70 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. എന്ത്? സംഖ്യകളൊക്കെ 70 ആണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താ ചെയ്യേണ്ടത്? സംഖ്യകളുടെ ശരാശരി 70 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ സംഖ്യകളൊക്കെ 70 ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും? അസ്യൂം ചെയ്ത് വെക്കണം. മനസ്സിലായല്ലോ? അടുത്ത നോക്കുക, അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90. അപ്പം എന്ത് ചെയ്യും? അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90 പറഞ്ഞാൽ അവസാനത്തെ 4 സംഖ്യകൾ എന്താണെന്ന് മനസ്സിലാക്കുക? 90 ആണെന്ന് മനസ്സിലാക്കുക. ഞാൻ മനസ്സിലായില്ലേ? ആദ്യത്തെ 4 സംഖ്യകൾ 70 ആണ് ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യകളൊക്കെ 70 ആയിട്ട് എടുക്കുക. എന്ത് ചെയ്യുക? അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യകളൊക്കെ 90 ആയിട്ട് എടുക്കുക. ഇനി നിങ്ങൾ നോക്കുക, നമ്മുടെ ശരിക്കുള്ള ആവറേജ് എത്രയാ? 80 അല്ലേ? ശരിക്കുള്ള ആവറേജ് എത്ര? 80 അല്ലേ? 80 എത്ര 70 കുറവാണോ കൂടുതലാണോ? അതായത് 70 നേരെ 80 കുറയ്ക്കുക. ഈ സംഖ്യയിൽ നിന്ന് നേരെ ഇത് കുറച്ചാൽ മതി. ഇവിടെ എത്രയാ? -10 അല്ലേ? 70 80 പോയാൽ -10. ഇവിടെ ഒരു -10 ഉണ്ട്, ഇവിടെ ഒരു -10 ഉണ്ട്, ഇവിടെ ഒരു -10 ഉണ്ട്. അത്രയും കുറവല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിലോ 90 80 പോയാലോ +10. ഇതൊക്കെ എന്താ? +10 +10ന്റെ വ്യത്യാസമാണ് ഉള്ളത്. ഇവിടെയൊക്കെ -10ന്റെ വ്യത്യാസമാണ്, ഇവിടെയൊക്കെ +10ന്റെ വ്യത്യാസമാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം അല്ലേ? ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? അത് എന്ത് ചെയ്യും? നമ്മൾ ഇവിടെയുള്ള സംഖ്യയായിട്ട് 80 കൂട്ടും. അങ്ങനെ നമ്മളിത് മുമ്പ് ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എന്താ? ഇതും കൂട്ടിയാൽ എത്രയാ? -40 എന്ന് കിട്ടി. ഇവിടെയോ +x, ഈ സംഖ്യ x എന്ന് എടുത്തു, -40 ഇനി എന്താണ്? ഇവിടെ എന്താണ്? ഇതൊക്കെ കൂട്ടിയാൽ എത്ര കിട്ടുക? 10 20 30 40. ഇവിടെ എന്താ? +40 എന്നും കിട്ടി. ഇത് എത്രയായിരിക്കും? 80 ആയിരിക്കും. ഇത് ആണ് എന്ത്? ആവറേജിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഡീവിയേഷൻ മെത്തേഡ് അറിയാം. അപ്പോൾ എന്ത് നോക്കി? ഇത് ചെയ്തപ്പോൾ എന്ത് നോക്കി? -40 +40 ഉണ്ട്, അത് രണ്ടും പോയി. അപ്പോൾ ബാലൻസ് എത്രയുള്ളത്? x ആണ്. അത് എത്രയാ? 80 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരുന്നു? നടുക്കുള്ള സംഖ്യ ഏതായിരിക്കും? 80 ആയിരിക്കും. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാം. പക്ഷെ ഇതിന് എന്തറിയണം? നമുക്ക് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടാവണം. ഈ ടോപ്പിക്കിനെ പറ്റി നല്ലൊരു അറിവുണ്ടെങ്കിലേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ടോപ്പിക് വൈസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഇനിയുള്ള സമയത്ത് നമുക്കിത് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നത് വിചാരിച്ചാൽ എന്ത് ചെയ്തിട്ട് കാര്യമില്ല? ഈ മെത്തേഡ് പഠിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ മെത്തേഡ് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അത്യാവശ്യം നല്ല നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? ഇത് കാണരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ആരും കണ്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. പക്ഷേ ഈ മെത്തേഡ് ഇനി പഠിച്ചിട്ട് ചെയ്യാൻ നിൽക്കരുത്. അതായത് സമയമില്ല കേട്ടോ. ഈ മെത്തേഡ് ഇനി പഠിച്ചിട്ട് ചെയ്യാൻ നിൽക്കേണ്ട, നമുക്ക് സമയമില്ല, കൺഫ്യൂഷൻ ആക്കരുത്. പഴയ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും? ഇത് എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യും? ടോപ്പിക്കുകൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഭാഗം നമ്മളതിൽ ഉൾപ്പെടുത്തും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലായത് എന്താണ്? വാങ്ങിയ വില കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് എന്ത്? വിറ്റ വില 600 ആണെന്ന് തന്നിട്ടുണ്ട്. വിറ്റ വില 600 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞത്? 20% എന്താ? ലാഭത്തിലാണ്. 20% ലാഭത്തിൽ വിറ്റപ്പോഴാണ് എന്ത് കിട്ടിയത്? 600 റുപ്യ ആയത്. വിറ്റ വില 600 ആയത് എങ്ങനെയാണ്? വാങ്ങിയ വിലയുടെ 20% കൂടി കൂട്ടി വിൽക്കണം. അപ്പോൾ അതല്ലേ ലാഭം എന്ന് പറയുന്നത്. വാങ്ങിയ വില അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം? 20% ലാഭം. അതായത് 20% ലാഭത്തിൽ വിറ്റപ്പോൾ അതിൻ്റെ വിറ്റ വില എന്ന് പറയുന്നത് 600 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 20% എന്താ? ലാഭം അല്ലേ? അതെന്തിൻ്റെ കൂടെ കൂട്ടണം? 100ൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ എത്രയാ? 120% എന്ന് പറയുന്നതാണ് എന്ത്? 600 എന്ന് മനസ്സിലാക്കണം. വാങ്ങിയ വിലയുടെ 120% എന്ത്? 600 എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? 20% ലാഭമാണ്. ഇനിയിപ്പോൾ നഷ്ടമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? 80% ആയേനെ. മനസ്സിലായോ? എന്താണ്? കുറയ്ക്കണം. 100ന്ന് 20 കുറയ്ക്കണം. നഷ്ടമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ. പക്ഷെ ഇവിടെ എന്താണ്? ലാഭമാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 20% കൂട്ടുക. അതായത് 120% എത്രയാണ്? 600 ആണ്. 120% 600 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0 കളഞ്ഞിട്ട് 12% എത്രയായി? അപ്പോൾ 12% എത്രയായി? 60 അല്ലേ? 12% 60. അങ്ങനെയാണെങ്കിൽ 1% എത്രയായിരിക്കും? 1% എത്രയായിരിക്കും? എന്ത് ചെയ്തു? ഇവിടെ 12 കൊണ്ട് ഹരിച്ചു,
ഇവിടെ അപ്പോൾ 12 കൊണ്ട് തന്നെ ആയിരിക്കണം. എത്ര കിട്ടുക? 1% എന്ന് പറഞ്ഞാൽ 5. 1% 5 100% എത്രയാണ്? 1% 5 100% എത്രയാണ്? 2 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? 500. എത്രയാണ്? 500. നമ്മളെന്താ ചെയ്തത്? ആദ്യം പറഞ്ഞു എന്ത്? 20% ലാഭമാണ്. അതെന്താണ്? വാങ്ങിയ വിലയുടെ 20% ലാഭം കൂടിയും കൂട്ടിയാലാണ് എന്ത്? വിറ്റ വില കിട്ടുക. വാങ്ങിയ വില എപ്പോഴും നമ്മൾ 100% ആയിട്ട് എടുക്കണം. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. അപ്പം 100% 20% എന്താ? ലാഭമാണ്. അപ്പം എന്ത് ചെയ്യേണ്ടത്? ലാഭമാകുമ്പോൾ കൂടുകയാണ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യും? 100 + 20 120% എന്ന് പറയുന്നതാണ് എന്ത്? 600 രൂപ. വാങ്ങിയ വിലയുടെ 120% എന്ന് പറയുന്നതാണ് എന്ത്? 600 രൂപ. 120% 600 എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ചെറുതാക്കാൻ അറിയാം അല്ലേ? ഈ പൂജ്യം വെട്ടിപ്പോയാൽ 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60നെ 12 കൊണ്ട് ഹരിച്ചത് എത്രയാ? 5. 1% 5 ആണെങ്കിൽ 10% എത്രയായിരിക്കും? നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്ത്? ഒരു 0 ഇട്ടാൽ മതി അല്ലേ? 100% ചോദിക്കണ വെച്ചാൽ എത്രയാ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എത്ര ചെയ്താൽ 2 0 ഇട്ടാൽ മതി അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാ? 500. ഇനി ഇത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മ കിട്ടിയില്ല എന്ന് വിചാരിക്കാം. എന്ത് ചെയ്യാം? ഓപ്ഷൻസ് എടുക്കുക. ആദ്യം ഓപ്ഷൻ എ എടുക്കുക. 500. എന്ത് ചെയ്യണം? 500ന്റെ 20% കാണുക. 500ന്റെ 20% കാണുക. 500ന്റെ 20% കാണാറില്ലേ? 500 ഗുണിക്കണം 20/100. സാധാരണ മെത്തേഡ് ചെയ്തോ? ഈ പൂജ്യം പോയി, ഈ പൂജ്യം പോയി. എത്ര കിട്ടുക? 50 ഗുണിക്കണം 2 എത്രയാ? 100. 500ന്റെ 20% എത്രയാ? 100. അപ്പം എന്ത് ചെയ്യാതെ? ഈ 500 കൂട്ടണം 100 ചെയ്താൽ എത്ര കിട്ടും? 600 കിട്ടിയോ? കിട്ടി. അപ്പം എന്തായിരിക്കും? 500 ആയിരിക്കും ഉത്തരം. അങ്ങനെ വേണമെങ്കിൽ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറാണ് 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം നമുക്കറിയാം. സമയം കാണാനുള്ള ഇക്വേഷൻ എന്താ? സമയം സമം എന്താണ്? സമയം സമം എന്താണ്? ദൂരം ബൈ വേഗത. ദൂരം ബൈ വേഗത. ഇവിടെ തന്നിട്ടുണ്ട്. എത്ര ദൂരം? എത്രയാ? 110 കിലോമീറ്റർ അല്ലേ? 110 കിലോമീറ്റർ. പക്ഷെ വേഗത തന്നിട്ടുണ്ടോ? വേഗത തന്നിട്ടില്ല. പക്ഷെ വേഗത കണ്ടുപിടിക്കാൻ എന്ത് തന്നിട്ടുണ്ട്? നമുക്കിവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട് അല്ലേ? 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പോവും. നമുക്കറിയാം വേഗത കാണാനുള്ള ഇക്വേഷൻ എന്താ? എന്താണ്? ദൂരം ബൈ സമയം. ഇനി നോക്കുക. ദൂരം എത്രയാ? 180 കിലോമീറ്റർ പോവാൻ എത്ര സമയം എടുക്കും? 3 മണിക്കൂർ എടുക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 180നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 60 km/h. 60 km/h ആണ് എന്ത്? വേഗത എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ വേഗതയുടെ സ്ഥലത്ത് എന്തിട്ട് കൊടുത്താൽ മതി? ഈ 60 ഇട്ട് കൊടുത്താൽ പോരെ. ഈ പൂജ്യം വെട്ടിപ്പോയി. 11/6 ഉത്തരത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ചെയ്യാണ് അല്ലേ? 11/6 ചെയ്യാണ്. 11/6 എങ്ങനെ ചെയ്യാം? 1 ചെയ്താൽ എത്രയാ? 6 ശിഷ്ടം എത്രയാ? 5. ഇതെത്രയായി? 1 5/6 അല്ലേ? 1 5/6. ഇവിടെ എന്നിട്ട് നോക്കി 1 5/6 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും ഇല്ല അല്ലേ? 2 മണിക്കൂറുണ്ട്, 1.5 മണിക്കൂറുണ്ട്, 1 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്, 1 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട്. അപ്പം എന്താണ്? 1 5/6 പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുമില്ല. 1 എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ഇതെന്താ? ഇത് മണിക്കൂറാണ്. അത് മണിക്കൂറാണ്. അപ്പോൾ 1 മണിക്കൂറാണെന്ന് മനസ്സിലായല്ലോ. 1 മണിക്കൂറാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി എന്താ? 5/6 ഉണ്ട്. 5/6 മണിക്കൂറിനെ നമുക്ക് എന്താക്കണം? മിനിറ്റിലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം? 5/6 മണിക്കൂറിനെ നമ്മൾ എന്ത് ചെയ്യണം? മിനിറ്റിലേക്ക് മാറ്റണം. 1 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? 60 മിനിറ്റ് ആണ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ അതിനെ മിനിറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര കിട്ടുക? 60നെ വിട്ടാലോ? അപ്പോൾ എത്ര കിട്ടുക? 10. എത്രയാണ്? 50 മിനിറ്റ്. അതായത് 1 മണിക്കൂറും 50 മിനിറ്റും. ഏതാ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? നിങ്ങൾക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടാവും. എന്ത്? ഇത്ര ചെയ്ത് കിട്ടിയില്ലേ? ഇത്ര ചെയ്തിട്ട് എന്ത് കിട്ടി? 1 5/6 എന്നുള്ള വരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും.
ഇതെന്തായത് മൊത്തത്തിൽ മണിക്കൂറാണ്. 1/5/6 പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറിലാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒന്നിനെ അതേമാതിരി എന്ത് ചെയ്തു, 1 മണിക്കൂർ തന്നെ എഴുതി. ഒന്നിനെ 1 മണിക്കൂർ എന്ന് തന്നെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 5/6 മണിക്കൂറിന് ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ. 5/6 മണിക്കൂറിന് നമ്മൾ എന്താക്കിയ, മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഗുണിച്ചു, 60 കൊണ്ട് ഗുണിച്ചു. വെട്ടി ചെറുതാക്കിയപ്പോൾ 10, എത്ര ഉത്തരം, 50 മിനിറ്റ് അല്ലേ. അതായത് 1 മണിക്കൂർ 50 മിനിറ്റ് 50 മിനിറ്റ്. ഏതാ ഉത്തരം, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്തായിരുന്നു, 36 ഗുണിക്കണം 24 എന്ന് പറഞ്ഞാൽ 864 അങ്ങനെയാണെങ്കിൽ 0.036 ഗുണിക്കണം 2.4 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം 0.036 നമുക്ക് എങ്ങനെ എഴുതാം, 36 ഡിവൈഡഡ് ബൈ എത്ര സ്ഥാനം, 1 2 3 സ്ഥാനം മാറ്റിയിട്ടാണല്ലോ എത്രയാ, അപ്പോൾ 3 0 വേണം, 1000 ഗുണിക്കണം 2.4 എങ്ങനെ എഴുതാം, 24 ഡിവൈഡഡ് ബൈ 10 ഒരു സ്ഥാനം മാറ്റിയാണ്ട് 1 0 ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം 36 ഗുണിക്കണം 24 എത്രയാ, 864. ഇനി എത്ര 0 ഉണ്ട് താഴെ, ഡിവൈഡഡ് ബൈ എത്ര 0 ഉണ്ട്, 4 0 അല്ലേ, 1 2 3 ഈ 10 ഗുണിച്ച് കഴിഞ്ഞാൽ 4 0. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ഗുണിക്കുകയാണ്, നേരെ ഗുണിച്ചാൽ മതി അല്ലേ. ഇതാണ് കിട്ടിയേക്കണേ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഉത്തരം കണ്ടുപിടിക്കാൻ 864 എഴുതിയിട്ട് എന്ത് ചെയ്യും, 1 2 3 4 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ 1 2 3 നാലാമത് ആളില്ലാത്തതുകൊണ്ട് നമ്മളൊരു 0 ഇട്ടതിന് ശേഷം പോയിന്റ് ഇടും. 0.0864 അത് ഉത്തരമായിട്ട് വരും അല്ലേ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും. മനസ്സിലായല്ലോ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പണിയൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, എടുക്കണ്ട. നിങ്ങൾക്ക് ഓപ്ഷനിൽ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു നൈസ് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പണിയൊന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങളിവിടെ നോക്ക്, 0.036 ഗുണിക്കണം 2.4. ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടത്, 1 2 3 അല്ലേ. അപ്പോൾ എത്ര, ഇവിടെ 3. നോക്ക്, ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാ, 1 സ്ഥാനം മാറ്റിയിട്ട്. അപ്പോൾ ടോട്ടൽ എത്രയാ, 3 + 1 4 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണേ. ഓപ്ഷൻസ് നോക്കുക, 4 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ടേക്കണ ഏതാ, 4 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ടേക്കണ ഏതാ, 1 2 3 4 ഇതല്ലേ. അപ്പോൾ അതായിരിക്കും ഉത്തരം. മനസ്സിലായോ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഓപ്ഷൻ കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി എന്ത് ചെയ്യാം, 36 ഗുണിക്കണം 24 864 നമുക്കറിയാം. ഇനി ഇവിടെ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം, 4 സ്ഥാനം, 1 2 3 നാലാമത് ആളില്ലാത്തതുകൊണ്ട് ഒരു 0 ഇട്ടു, പോയിന്റ് 0.0864 ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 75ന്റെ 20% 180ന്റെ 45% കൂട്ടിയാൽ കിട്ടുന്ന തുക എത്രയാണ്. നമുക്കറിയാം 75ന്റെ 20% എങ്ങനെ കാണാം, 75 ഗുണിക്കണം 20/100 നേരിട്ട് ചെയ്യുകയാണേ, പ്ലസ് കൂട്ടണം അതല്ലേ പറഞ്ഞിട്ടുള്ളത്. 180ന്റെ എന്താ, 45% അല്ലേ. 180 ഗുണിക്കണം 45/100 ഇതല്ലേ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വെട്ടി ചെറുതാക്കാലോ. ഈ 0 പോയി, 2 പോയി, ഇവിടെ എത്ര 5 ആയി. ഇനി 75 എത്ര 5 ഉണ്ട്, 15 5 75. അതായത് 75ന്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാ, 15 ആണ്. പ്ലസ് ഈ 0 പോയി അല്ലേ. ഇനി എത്രയാ, 2 കൊണ്ട് വെട്ടാലോ, 5 കിട്ടി. ഇവിടെ എത്രയാ, 9 കിട്ടി. ഇവിടെ എത്ര, ഇനി 5 ആണ്. ഇത് വെട്ടിക്കഴിഞ്ഞാൽ 9 × 5 45 ആണ്. അപ്പോൾ എന്ത് കിട്ടി, 9 × 9 81. എത്രയാ വന്നത്, 81 കൂട്ടണം 15. 81 കൂട്ടണം 15 എത്രയാ, 1 5 6. ശിഷ്ടം എത്രയാ, ഒന്നുമില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, 8 1 9 96. ഏതാ ഉത്തരം, 96 ഓപ്ഷൻ ബി. ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ തന്നെ ചെയ്യുക. 75ന്റെ 20% എത്രയാന്ന് കാണാം. 75ന്റെ 10% എത്രയാ, 75ന്റെ 20% കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 20% സെപ്പറേറ്റ് ചെയ്തിട്ട് കാണുന്ന രീതിയാണ്. 75ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാ, 7.5 അല്ലേ. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 7.5ന്റെ കൂടെ ഒരു 7.5 കൂടിയും കൂട്ടിയാൽ മതിയോ. എത്രയാ അപ്പോൾ അത് 15 ആണ്. ഇനി നോക്കുക, 180ന്റെ 45%. ആദ്യം എന്ത് ചെയ്യുന്നു, 180ന്റെ 10% കാണാലോ. എത്രയാ, 18 ആണ് 180ന്റെ 10%. പിന്നെ 40% ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക, 18 × 4 അങ്ങനെ ചെയ്താൽ മതിയല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പകുതി എടുക്കുക, 18ന്റെ പകുതി 9. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 81 കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏതാ, ഈ മെത്തേഡ് ഉപയോഗിക്കണമായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാം. എന്താ ചെയ്തത്, ആദ്യം 75ന്റെ 20% കാണാൻ പറഞ്ഞപ്പോൾ 75 ഗുണിക്കണം 20/100 ചെയ്തു.
എന്നിട്ട് എന്ത് ചെയ്തു, കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ കൂട്ടണം 180ൻ്റെ 45% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 180 ഗുണിക്കണം എന്ത് 45/100 ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ഇത് വെട്ടി ചെറുതാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടി, 15 + 81 എന്ന് കിട്ടി. അപ്പോൾ അത് ചെയ്തപ്പോൾ 96 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടിപൊളി ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, ഒരു ബാഗ് 480 രൂപയ്ക്ക് വിറ്റപ്പോൾ, അപ്പോൾ വിറ്റ വില എത്രയാ, 480. ആവശ്യമില്ല, എന്നാലും ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. വിറ്റ വില 480. എന്നിട്ട് എന്താ പറഞ്ഞത്, 120 രൂപ നഷ്ടം വന്നു എന്നാ പറഞ്ഞത്. നഷ്ടം എത്രയാ, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. നഷ്ടം എത്രയാ, നഷ്ടം എന്ന് പറയുന്നത് 120 രൂപയാണ്. 120 രൂപയാണ് എന്ത്, നഷ്ടം. എങ്കിൽ നഷ്ട ശതമാനം കാണാനാ പറഞ്ഞത് അല്ലേ. നഷ്ട ശതമാനം കാണാനാണ് പറഞ്ഞത്. നഷ്ട ശതമാനം കാണാൻ എന്താ ചെയ്യേണ്ടത്, നഷ്ടം ഡിവൈഡഡ് ബൈ എന്താണ്, വാങ്ങിയ വില ഗുണിക്കണം ശതമാനാക്കാൻ 100. ഇവിടെ നോക്ക്, നഷ്ടം നമുക്കറിയാം, പക്ഷെ വാങ്ങിയ വില അറിയോ, ഇല്ല. വാങ്ങിയ വില എന്തായിരിക്കും, നമുക്ക് വിറ്റ വില 480 എന്ന് പറയാം, നഷ്ടം 120 ആണോ എന്ന് അറിയാം. അതായത് വാങ്ങിയ വിലയിൽ നിന്ന് 120 കുറച്ചാലാണ് എന്ത് കിട്ടുക, 480 കിട്ടുക. അല്ലെങ്കിൽ വിറ്റ വിലയായ 480ഉം വാങ്ങിയ വിലയായ നഷ്ടമായ 120 കൂടിയും കൂട്ടിയാൽ എന്ത് കിട്ടും, വാങ്ങിയ വില കിട്ടും. അപ്പം 480 കൂട്ടണം 120 എത്രയാണ്, 500 രൂപയാണ് എന്ത്, വാങ്ങിയ വില എന്ന് പറയുന്നത്. വാങ്ങിയ വില എത്രയാണ്, 600 സിമ്പിളായി, ചോദ്യം മാറി അല്ലേ. നഷ്ടം എത്രയാണ്, 120 ഡിവൈഡഡ് ബൈ 600 ഗുണിക്കണം 100. 0 വെട്ടാലോ, ഈ 0 പോയി, ഈ 0 പോയി. ഇനി ബാക്കി എത്ര, ഇതിന് വെട്ടിക്കൂടെ, 2 12. അപ്പം എത്ര ഉത്തരം, 20%. നഷ്ട ശതമാനം എത്രയാണ്, 20%. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താ നമ്മളിവിടെ ചെയ്തത്, 480 വിറ്റ വിലയാണ്, നഷ്ടം 120. അപ്പോൾ വാങ്ങിയ വില എന്തായിരിക്കും, നഷ്ടം വിറ്റ വിലയും തന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ എന്ത് കിട്ടും, വാങ്ങിയ വില കിട്ടും. അതെത്ര, 480 കൂട്ടണം 120. മനസ്സിലായല്ലോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നഷ്ട ശതമാനം കാണാൻ എന്തേതായി, നഷ്ടം ഡിവൈഡഡ് ബൈ എന്ത്, വാങ്ങിയ വില. അതെത്ര, 600 × 100 ശതമാനത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 20%. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, 1/6ൻ്റെ 2/3 മടങ്ങ് എത്ര എന്നാണ് ചോദിച്ചത്. എന്താ ചോദിച്ചാൽ 1/6ൻ്റെ 2/3 മടങ്ങ് എത്ര, ഒരു സംഖ്യയുടെ എത്ര മടങ്ങ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ സംഖ്യേനെ ഗുണിക്കാനാണ് പറയുന്നത് അല്ലേ. 1/6 ഗുണിക്കണം 2/3 ചോദ്യം. ഇത്രയേ ഉള്ളൂ. എന്തായിരുന്നു ചോദ്യം, 1/6ൻ്റെ 2/3 മടങ്ങ് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1/6ൻ്റെ 2 മടങ്ങ് എത്ര എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക, നമ്മൾ 2 കൊണ്ട് ഗുണിക്കല്ലേ ചെയ്യുക. അതേപോലെ തന്നെ 1/16ൻ്റെ 2/3 അത് ചെയ്താൽ ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും, ഇത് വെട്ടിച്ചതായി കൂടെ, 2 16 വെട്ടാലോ, എത്രയാ, 8. അപ്പോൾ എത്ര ഉത്തരം, 1/24. 8 × 3 24. 1/24. ഏതാ ഉത്തരം, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/32ൻ്റെ 3/4 മടങ്ങ് എത്ര എന്ന് ചോദിച്ചാൽ എന്താ പറയാ, 3/4 മടങ്ങ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പറ, 1/32 ഗുണിക്കണം എന്ത് ചെയ്യും, 3/4 ചെയ്യും. 1/32 ഗുണിക്കണം 3/4 ചെയ്യും. അപ്പോൾ എത്ര കിട്ടുക, 3 ഡിവൈഡഡ് ബൈ, ഇത് നേരെ ഗുണിക്കണേ ചെയ്യുക അല്ലേ, ഇത് നേരെ ഗുണിക്കണേ ചെയ്യുക. 3 ഡിവൈഡഡ് ബൈ 32 × 4 64, 128. 3/128 അങ്ങനെ കിട്ടും. ഓക്കെ ആണല്ലോ, സിമ്പിൾ അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, √0.0676 എന്ന് പറഞ്ഞാൽ 0.26 അപ്പോൾ 0.026 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, എന്ത്, 26ൻ്റെ സ്ക്വയർ ആണ് എന്ത്, 26ൻ്റെ സ്ക്വയർ ആണ് എന്ത്, 676. അതായത് √676 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 26 ആണ്. അത് നമുക്കറിയാം, ഇവരിങ്ങനെ തന്നില്ലെങ്കിൽ കൂടി നമുക്കറിയാം അല്ലേ. 26ൻ്റെ സ്ക്വയർ ആണ് 676 എന്ന് നമുക്കറിയാം അല്ലേ. ഇവിടെ ചോദ്യത്തിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, എഴുതിയാൽ 0.026 സ്ക്വയർ എത്ര എന്നായിരുന്നു ചോദ്യം കേട്ടോ. 0.026 സ്ക്വയർ എത്ര എന്നായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടത്, 3 സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടത്. എത്ര സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടത്, 3 സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടത്. അപ്പോൾ നമ്മുടെ സംഖ്യ ഏതാണ്, 26ൻ്റെ സ്ക്വയർ എത്രയാ, 676. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ 676 ആ സംഖ്യ അതേപോലെ എടുത്ത് എഴുതും.
26 സ്ക്വയർ 676, അതിന് നമ്മൾ നേരെ ഇങ്ങ് എടുത്ത് എഴുതും. എന്നിട്ട് എത്ര സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടത്? 3 സ്ഥാനം മാറ്റിയിട്ടാ. 3ന്റെ ഇരട്ടി എടുക്കണം, സ്ക്വയർ അല്ലേ, സ്ക്വയർ ആകുമ്പോൾ ഇരട്ടി. റൂട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി, റൂട്ടാണ് എടുക്കാൻ പറഞ്ഞു വെച്ചാൽ പകുതി, സ്ക്വയർ ആണ് എടുക്കാൻ പറഞ്ഞു വെച്ചാൽ ഇരട്ടി. ഇരട്ടി എത്ര? 3ന്റെ ഇരട്ടി എത്ര? 6. 6 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി. 1 2 3 4 5 6, ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടേക്ക് എന്തിടും? 1 0 2 0 3 0, അതായത് ഒറ്റ 1 2 3 4 5 6, 6 സ്ഥാനം മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പോയിന്റ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? 3 0 ഉള്ളത് ഓപ്ഷൻ ഡി അല്ലേ? ഇനി അല്ല എങ്കിൽ കൂടി ഇത് നിങ്ങൾ ഇതൊന്നും ചെയ്തില്ല എങ്കിൽ കൂടി, ഇതൊന്നും ചെയ്തില്ല എങ്കിൽ കൂടി, ഇങ്ങനെയൊന്നും എഴുതിയില്ല എങ്കിൽ കൂടി നിങ്ങൾ നോക്കുക എത്ര സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ? 1 2 3 സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ. 0.026 സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് എത്ര സ്ഥാനം മാറ്റിയിട്ടാ? 1 2 3 സ്ഥാനം മാറ്റിയിട്ടാണ് എന്ത് പോയിന്റ് ഇട്ടേക്കണേ അല്ലേ? ഈ 3ന്റെ സ്ക്വയർ കാണുമ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇരട്ടി എടുക്കുക. ഇരട്ടി എത്രയാ? 6. അപ്പോൾ നമ്മൾ 6 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട ഓപ്ഷൻ ഏതാ നോക്കുക. ഇതാക്കുന്നു നോക്കുന്നത്. ഇവിടെ 1 2 3 4 5 സ്ഥാനം മാറ്റിയിട്ട്, അപ്പോൾ ഇതല്ല. ഇവിടെ ഒരു സ്ഥാനം മാറ്റിയില്ല, അപ്പോൾ ഇതുമല്ല. ഇതെത്രയാ? 4 സ്ഥാനം മാറ്റിയിട്ട്, അതല്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 5 6, 6 സ്ഥാനം മാറ്റിയിട്ട്, അപ്പോൾ ഇതാണ് ഉത്തരം. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 1/2 കൂട്ടണം 1/2 സ്ക്വയർ കൂട്ടണം 1/2 ക്യൂബിൻ്റെ ദശാംശ രൂപം എഴുതാം. ആദ്യം നമ്മൾ ഇതിൻ്റെ സ്ക്വയർ എഴുതിയിട്ടുള്ള രൂപം ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഇത് ഞാൻ ഒന്ന് എടുത്ത് എഴുതാണ്. 2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ 2ന്റെ സ്ക്വയർ 4 അതേമാതിരി എഴുതി, 2ന്റെ ക്യൂബ് 8. ഇതേമാതിരി എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത്രയും ഭാഗം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പ്രോബ്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താണ് ഇതിൻ്റെ ഉത്തരം? ഇതിൻ്റെ ഉത്തരം എന്താ? അതെന്താണ്? 2 4 8 ഇരട്ടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? താഴെ എത്ര വരും? ഛേദം എത്ര വരും? ഛേദം ഏറ്റവും വലിയ ഛേദം ഏതാ? 8 ആണ്. അപ്പോൾ അതാണ് എന്ത് ഇവിടെയും ഛേദമായിട്ട് വരിക പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി എന്ത് മേലെന്താ വരിക? അംശം എന്താ വരിക? ഛേദത്തിൽ നിന്ന് 1 കുറച്ചത്. ഛേദത്തിൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 8 1 പോയാൽ 7. 7/8 ആണ് എന്ത് ഭിന്നസംഖ്യാ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം. പക്ഷെ നമുക്ക് എന്താ ദശാംശ രൂപ വേണ്ടേ? എന്ത് ചെയ്യണം? ഹരിക്കണം. 7 ഹരിക്കണം 8, 7 ഹരിക്കണം 8 ചെയ്ത് നോക്കുക. 7 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്ത് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ? ഒരു 0 വന്നു. ഇത് 0 ആണ്. ഓക്കെ, എത്രയാണ്? 8 8 64 അല്ലേ? 8 8 64, 8 8 64. ശിഷ്ടം എത്ര വരിക? 6. പോയിന്റ് 8 വെച്ചിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്ത്? ഓപ്ഷൻ ബി, 0.875. അതായിരിക്കും നമ്മുടെ ഉത്തരം. അത്ര ചെയ്താൽ മതി. ഏതാ ഉത്തരം? 0.875. എന്ത് എവിടെ വരെ എത്തി? നമുക്ക് 0.8 വരെ എത്തി. ഓപ്ഷനിൽ നോക്കി, ഓപ്ഷനിൽ 0.8 തുടങ്ങുന്ന ഒറ്റ ഒന്നുള്ളൂ. അതാണ് ഉത്തരം. അതങ്ങോട്ട് എഴുതി. ഓക്കെ ആണല്ലോ? ഇത് ചെയ്യാൻ അറിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഈ മെത്തേഡ്, ഈ ഒരു ഐഡിയ ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് നിങ്ങൾ ചെയ്യണം? 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8. ഇതിൻ്റെ LCM മെത്തേഡ് എടുത്ത് നിങ്ങൾ ചെയ്യണം. 2ഉം 4ഉം 8ഉം 2 4 8. ഇതിൻ്റെ LCM എടുക്കണം ആദ്യം. ഇതിൻ്റെ LCM എങ്ങനെ കാണുകയെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് എന്താ? 2ഉം 4ഉം 8ഉം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ഏറ്റവും വലിയ സംഖ്യയാണോ കൂട്ടത്തിൽ LCM ലസാഗു എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മറ്റ് സംഖ്യകൾ കൊണ്ട് ഈ വലിയ സംഖ്യയെ നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 8നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ലേ? 8/4 2ആണ്. അപ്പോൾ എന്താണ്? ശിഷ്ടമില്ല, 0 ആണ് വരിക. ശിഷ്ടം 0 ആണ് വരിക. 8നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇരട്ട സംഖ്യ കൊണ്ട് പറ്റും. അപ്പോൾ അവിടെയും ശിഷ്ടം 0 ആണ് വരിക. അപ്പോൾ എന്താണ്? നമ്മുടെ ലസാഗു എന്താണ്? 8 ആണ്. അപ്പോൾ 8 താഴെ എഴുതണം. എന്നിട്ട് മേലെ എന്ത് ചെയ്യും? 1/2 ഫസ്റ്റത്തെ സംഖ്യ എടുത്തു, ഗുണിക്കണം നമ്മുടെ LCM പ്ലസ്, ഈ പ്ലസ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്, മറക്കണ്ട. 1/4 ഗുണിക്കണം വീണ്ടും നമ്മുടെ LCM പ്ലസ് എന്ത് ചെയ്യണം? 1/8 ഗുണിക്കണം നമ്മുടെ LCM. ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? ഇത് വിട്ടാലോ? 2 8 വെട്ടിയാൽ 4, 4 8 വെട്ടിയാൽ 2, 8 8 വെട്ടിയാൽ 1. അപ്പോൾ 4 + 2 + 1/8 എത്രയാ? 7/8 ഇവിടെ കിട്ടും. ഇങ്ങനെ കിട്ടും. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു മോഡലിലാണ് ചോദ്യമെങ്കിൽ ഇങ്ങനെ നേരിട്ട് എഴുതാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 243ന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചത് അല്ലേ? നല്ലൊരു ചോദ്യമാണ്, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്.
കാണുമ്പോൾ അല്ലേ 243 എത്ര ഘടകങ്ങളുണ്ട് എന്ന്. ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ സംഖ്യേനെ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യേനെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അതാണ് അതിൻ്റെ ഘടകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 243 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 243 ഗുണിക്കണം 1 എന്ന് എഴുതിക്കൂടെ? 243 ഗുണിക്കണം 1 എന്ന് എഴുതാമല്ലോ 243. അതേപോലെ നമുക്ക് എന്ത് എഴുതാം? 243 വേറൊരു രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 243 27 ഗുണിക്കണം 9 എന്ന് എഴുതിക്കൂടെ? 27 ഗുണിക്കണം 9 എന്താ? 243. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ 243 വേറൊരു രീതിയിലും കൂടി എഴുതാം. എങ്ങനെ? 3 ഗുണിക്കണം 81 എന്നുള്ള രീതിയിൽ എഴുതാം. ഇത്രയും രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? 243 എഴുതാൻ പറ്റുക കേട്ടോ. 243 നമുക്ക് ഇത്രയും രീതികളിലാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഇവിടെ എത്ര ഘടകങ്ങളുണ്ട്? അപ്പോൾ 1 ഒരു ഘടകമാണ്, 243 ഒരു ഘടകമാണ്, 9 ഒരു ഘടകമാണ്, 27 ഒരു ഘടകമാണ്, 81 ഒരു ഘടകമാണ്, 3 ഒരു ഘടകമാണ്. അപ്പോൾ എത്ര ഘടകങ്ങളായി? 1 2 3 4 5 6. എത്ര ഘടകങ്ങളാ? 6 ഘടകങ്ങൾ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ ഡി 6 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെ അല്ലാതെ കൂടി പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് PSC 243 എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം നമുക്ക് തന്നിട്ടുള്ളത്. അതായത് A⁻m എന്നുള്ള രീതിയിലാണ് ചോദ്യമെങ്കിൽ, അതായത് നമ്മൾ 243 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 243 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3⁻5 ആണ്. 3ന്റെ പവർ 5 ആണ് എന്ത്? 243 എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തെഴുതി? 243 പകരം 3⁻5 എന്നെഴുതി. A⁻m എന്ന രീതിയിലാണ് ചോദ്യമെങ്കിൽ, A⁻mന്റെ ഘടകങ്ങളുടെ എണ്ണമാണ് കാണാൻ പറഞ്ഞത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എമ്മിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അതായത് നമുക്ക് ഇവിടെ എത്രയാണ്? 243 എനിക്ക് എങ്ങനെ എഴുതാം? 3⁻5 എന്ന് എഴുതാമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5ന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. എത്ര? 6. 3⁻5 എന്ന് എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 5ന്റെ കൂടെ 1 കൂട്ടിയാൽ മതി, 6. അതായിരിക്കും എന്ത്? ആകെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 7/1/2ന്റെ 5/1/4 മടങ്ങ് എത്ര? നേരത്തെ പറഞ്ഞ അതേമാതിരി തന്നെ എഴുതാൻ മതി. എന്താ ചെയ്യേണ്ടത്? 7/1/2 ഗുണിക്കണം 5/1/4. നേരിട്ട് ഗുണിക്കാനാണ്. പക്ഷെ നേരിട്ട് ഗുണിക്കാൻ പറ്റുമോ? മിശ്രഭിന്നങ്ങളാണല്ലേ. മിശ്രഭിന്നത്തിന് നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ മിശ്രഭിന്നത്തിന് എന്ത് ചെയ്യണം? വിഷമ ഭിന്നങ്ങളാക്കണം. ഭിന്നസംഖ്യ രൂപത്തിലേക്ക് എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 7നെ ആദ്യം എന്ത് ചെയ്യും? 2നെ കൊണ്ട് ഗുണിക്കും, അല്ലെങ്കിൽ 2നെ 7 കൊണ്ട് ഗുണിക്കും. എത്ര കിട്ടുക? 2 ഗുണിക്കണ 7 14 + 1 15. അപ്പോൾ എത്രയത്? 15 ഛേദം എത്ര? 2 തന്നെ. അതായത് 7/1/2 നമ്മൾ എങ്ങനെ എഴുതി? 2 ഗുണിക്കണ 7 എത്രയാ? 14 പ്ലസ് എത്ര ഇവിടെ? 1 ഡിവൈഡഡ് ബൈ ആ 2 ഛേദം അതുപോലെ തന്നെ എഴുതണം. അതെത്രയാ? 15/2 ഗുണിക്കണം 5/4. 5/1/4 നമ്മൾ എങ്ങനെ എഴുതും? 4 ഗുണിക്കണം 5 എത്രയാ? 20 + 1, ഈ +1 ഡിവൈഡഡ് ബൈ 4 തന്നെ. അപ്പോൾ എത്രയാ അത്? 21/4. ഗുണനമല്ലേ? നേരിട്ട് ഗുണിക്കല്ലേ നമ്മൾ ചെയ്യാം? നമ്മൾ ഗുണിക്കുകയാണ്. 21 ഗുണിക്കണം 15. ഇങ്ങനെ ഒന്നും ഗുണിക്കണ്ട കേട്ടോ. നേരെ 210 എത്ര ചെയ്താൽ മതി? 210 105 കൂടിയും കൂട്ടിയാൽ മതി. പക്ഷെ ഞാൻ എന്ത് ചെയ്യുക? ഗുണിച്ച് കാട്ടിത്തരാം. 21 ഗുണിക്കണം 15 നേരെ ഗുണിച്ചു, 5 കിട്ടി. 25 10, ഓരോന്ന് 1, ഓരണ്ട് 2. എത്ര? 5 1 3 315. മേലെ എത്ര വരുന്നത്? 315. താഴെ എത്ര? 2 ഗുണിക്കണം 4 എത്രയാ? 8. നമ്മുടെ ഉത്തരത്തിൽ മിശ്രഭിന്ന രൂപത്തിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 315നെ 8 കൊണ്ട് ഹരിക്കുന്നു. എത്ര കിട്ടും? 3 8 24. എത്രയാ ശിഷ്ടം? 7 5. എത്ര കിട്ടും? 9 8 72 അല്ലേ. 9 8 72. ശിഷ്ടം 3. എത്രയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? 39. ആദ്യം എഴുതി. ഇനി എന്താ? ശിഷ്ടമായിട്ടുള്ള 3 മേലെ അംശമായിട്ട് എഴുതി, ഛേദമായിട്ടുള്ള 8 താഴെ എഴുതി. നമ്മുടെ ഉത്തരം എന്താണ്? 39 3/8. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ. റൂട്ട് 1 9/16 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നേരിട്ട് 9ന്റെ റൂട്ട് 3 എന്നും ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 1ന്റെ റൂട്ട് 1, 9ന്റെ റൂട്ട് 3, 16ന്റെ റൂട്ട് 4 ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല, ഇത് തെറ്റാണ്. എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതായിരിക്കും. ഇതൊന്നും അടിക്കാൻ നിൽക്കരുത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു മിശ്രഭിന്നത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം അതിനെ മിശ്രഭിന്നത്തിന് എന്താക്കും? നമ്മൾ
സാധാരണ ഭിന്നത്തിലേക്ക് അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിലേക്ക് അല്ലെങ്കിൽ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റണം. 1/9/16 നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഗുണിക്കണം അല്ലേ? അപ്പൊ 16 × 1 എത്രയാ? 16 പ്ലസ് ആയിരിക്കും അവിടെ കേട്ടോ. ബാക്കി എത്ര ഇവിടെ ഉള്ളത്? 9. ആ 9 എഴുതി. താഴെ എത്രയാ? 16നെ 16 9 കൂട്ടിയാൽ എത്രയാ? 16 9 കൂട്ടിയാൽ എത്രയാ? 25 /16. അതായത് റൂട്ട് ഓഫ് 1/9/16 എന്നുള്ളത് എങ്ങനെയായി? 25/16 എന്നായിട്ട് മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഹരണം മാത്രമേ ഉള്ളൂ, പ്ലസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം അല്ലെ? 25ന്റെ റൂട്ട് എത്രയാ? 5 /16ന്റെ റൂട്ട് എത്രയാ? 4. 5/4 ആയിരിക്കും നമ്മുടെ ഉത്തരം. പക്ഷെ നമുക്ക് എന്താണ്? മിശ്രഭിന്ന രൂപത്തിലാണ് നമ്മുടെ ഓപ്ഷൻസിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 5 4 ചെയ്യുകയാണ്. 5നെ 4 കൊണ്ട് ഹരിക്കുകയാണ്. എത്രയാ? 1 4 4 ശിഷ്ടം 1. അപ്പൊ ഉത്തരം എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ആദ്യം എന്ത് എഴുതും? നമ്മുടെ ഹരണഫലത്തിനെ ആദ്യം എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ശിഷ്ടമാണ് എന്ത് അംശമായിട്ട് വരുന്നത്? ഛേദം ഏതാ? 4. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാ? 1 1/4 നമ്മുടെ ഉത്തരം. ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചതെന്ന്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.